ബാക്കി അപ്പുറത്ത് വെച്ചെടുക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ചേട്ടനോ നിന്ന് അത് നമ്മളെ കൺട്രോള് സജിയല്ലേ? നമ്മുടെ പഴയ സജി ഉണ്ടല്ലേ? അതെ, സജി അറിയോ? പിന്നെ അറിഞ്ഞാത്തം തന്നെ. എനിക്ക് ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ അവസരം തന്നു നമ്മുടെ ഈ സജിയാണല്ല. പുള്ളിക്കാരും ഇപ്പം വർക്കൊന്നും കൊടുക്കുന്നില്ല, ഇതേപോലെ ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. കുറെ പേരുടെ ശാപമല്ലേ, അതൊക്കെ തന്നെയാണ്. സജിയണ്ണ സാറിനെ ഈ ബഹുമാനൊന്നും വേണ്ടണ്ണ. നമ്മ ഇപ്പൊ വർക്കൊന്നുമില്ല, എന്നായിരുന്നാലും താനെങ്കിലും രക്ഷപ്പെട്ടല്ലോ. എങ്ങനെ വർക്ക് തരും? രാമേട്ട, നമ്മള് അവസാനമായിട്ട് കണ്ടുമുട്ടിയത് സജിയേട്ടൻ ഓർമ്മയുണ്ടോ? നാളെ ഒരു 4 ജൂനിയർ ആർട്ടിസ്റ്റിനെ വേണം. ലൊക്കേഷൻ ഞാൻ വാട്സപ്പിലിടാം. അത് അരി പറക്കണവന്മാരൊന്നും ഇങ്ങോട്ട് വിടണ്ട. ഡയലോഗ് സീനാണ്. ഡയറക്ടറെ വായിരിക്കണം, ഞാൻ കേൾക്കേണ്ടി വരും. കാര്യമാണ് സജിയണ്ണ. നിനക്കൊന്നും വർക്കില്ലല്ലോ. ചേട്ടാ വർക്കില്ല, ഞാൻ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. നിനക്കൊക്കെ വർക്കും തരണം, പൈസയും തരണം. എന്താരുടെ ഇത്? ചേട്ടാ അഭിനയിച്ച പൈസയല്ലേ ചോദിക്കുന്നത്? 2 മാസം ആയില്ലേ? ഓരോരുത്തന്മാരെ ഇങ്ങോട്ട് പൈസ തന്നാണ് അഭിനയിക്കണത്, ഒന്ന് മുഖം കാണിക്കാൻ. അതെനിക്കറിയാം. നിനക്കൊക്കെ പൈസ തരാൻ വേണ്ടിയേ, എന്തെങ്കിലും ക്വാളിറ്റി വേണ്ടി അരി പറക്കിയല്ലേ വന്ന് അഭിനയിക്കണത്. എടാ പൈസ തരാതിരിക്കാൻ വേണ്ടി വേറെ മുടന്തനായൊന്നും പറയണ്ട. എടാ നിന്റെ തല സ്ക്രീനിൽ കാണാൻ തന്നെ വലിയ കാര്യമല്ലേ? എന്നാലും ചേട്ടാ കൃത്യമായിട്ട് പൈസ തരുന്ന വേറെ കൺട്രോൾമാരൊക്കെ ഉണ്ട്. ചേട്ടൻ മാത്രമാണ് ഇങ്ങനെ പെൻഡിങ് ചെയ്തിട്ടുണ്ട്. പൈസയെല്ലാം ഒന്നുമില്ല. 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് അഭിനയിക്കാനുണ്ട്. ഓടെ ഇടുന്നു ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ല ചേട്ടാ. നമ്മളൊക്കെ ആഗ്രഹം കൊണ്ട് പറഞ്ഞത്. ഇതൊക്കെ ദൈവം ചോദിക്കും നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ പറ്റിച്ച. എടാ ഇങ്ങാടാ. എടാ ഈ സിനിമ സീരിയൽ മേഖലയിലെ ഞങ്ങളൊക്കെ തന്നെയാണ് ദൈവം. നീയൊക്കെ അഭിനയിച്ചിട്ട് മലയാള സിനിമയ്ക്ക് എന്തുണ്ടാക്കാനാണ്? നിന്നെ കൊണ്ടൊന്നും അഭിനയിക്കാൻ പറ്റൂലടാ. വേറെ പണിക്ക് പോടാ. ഞാൻ പൈസയും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അഭിനയ പ്രാന്തൻ. ഇവനിപ്പം ഞാൻ കൊടുക്കാം. അണ്ണാ ഇങ്ങനെയൊന്നും ശമിക്കല്ലേ അണ്ണ. ആരും വലിയവരൊന്നും അല്ല, എല്ലാരും വൈറ്റിൽ നിന്ന് പഠിച്ചോണ്ട് വരണൊന്നും അല്ല. എന്റെ തലയിൽ എന്താണ് എഴുതി വെച്ചിരിക്കണമെന്ന് അറിഞ്ഞൂടല്ലോ. ഞാനും ഒരു നടനാവോ അണ്ണ? അണ്ണം നോക്കിയോ? ഇല്ല വേണ്ട, പോട്ടെ. ഞാനൊന്നും മറന്നിട്ടില്ല സജി അണ്ണ. ഞാൻ സഞ്ചരിച്ചിട്ടുള്ള വഴികളിൽ കുപ്പിച്ചില്ലോ കള്ളും മുള്ളോ ഒന്നും നിറച്ചിട്ടില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കും സജി അണ്ണ. ദൈവം വലിയവനാണ്. ഒരു നാള് ഈ ഇൻഡസ്ട്രിയിലെ ദൈവം എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിച്ചിടുന്ന ആളാണ് നിങ്ങൾ. ഞാനൊന്നും മറന്നിട്ടില്ല അണ്ണം. വാ, അണ്ണൻ എത്ര വർക്ക് വേണം? രാമേട്ടാ, സജി അണ്ണനോട് കൂട്ടിക്കോ.